റോഡ്രിയെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും എന്തായാലും റിയൽ മാഡ്രിഡ് വാങ്ങിക്കാനായിട്ടുള്ള ആദ്യ ഒഫീഷ്യൽ സ്റ്റെപ്പ് നടത്തി എന്നുള്ള റിപ്പോർട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റിയൽ മാഡ്രിഡ് ട്രാൻസ്ഫർ സ്വാഗയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പലർക്കും യാൻ ഡയമൻഡെ എന്ന് പറയുന്നത് ഒരു ഗലാക്റ്റിക്കോ സൈനിങ് ആണ്. ടെക്നിക്കലി സ്പീക്കിംഗ് ആണെങ്കിലും അത് പെരസ് പറഞ്ഞിട്ടുള്ള ഗലാക്റ്റിക്കോ സൈനിങ് അല്ല എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അതിനെക്കുറിച്ചും മറ്റ് സൈനിങ്ങളെ കുറിച്ചും റയൽ മാഡ്രിഡിന്റെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ പരിപാടികളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടണ കാര്യം മറക്കരുതെന്ന് ഉറപ്പിച്ചുകൊണ്ട് വെൽക്കം ടു 80 പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ് ആൻഡ് ദിസ് ഈസ് RJ ആൻഡപ്പൻ. ഗൈസ്, അതായത് ഇപ്പോൾ ഞാനൊരു ബാഴ്സലോണ ആരാധകനാണ്. എന്നിട്ട് നമ്മൾ റിയൽ മാഡ്രിഡിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ആ ചോദ്യം ഉത്തരമില്ലാത്ത എല്ലാവരും വന്ന് പറയുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിന്റെ ക്ലബ്ബ് ബാഴ്സലോണയല്ലേ, അപ്പം നീ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ പോരെ. അതെന്താ ഒരു ചോദ്യം ബാഴ്സലോണ ആരാധകൻ ചോദിച്ചാൽ അതിന് ഉത്തരം നിങ്ങൾക്കില്ലെന്നാണോ? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഞാനൊരു കോണ്ടൻസ് ചെയ്യുന്ന ഒരാളാണ്, സ്വാഭാവികമായിട്ടും ലാലീഗ ഫോക്കസ് ആണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് ചെയ്യാറുള്ളത്. ലാലീഗയിൽ വരുന്നതാണ് FC ബാഴ്സലോണയും റിയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും അങ്ങനെയുള്ള മറ്റ് ക്ലബ്ബുകളെല്ലാം. അപ്പോൾ ഇവരെക്കുറിച്ചൊന്നും ഞാൻ കോണ്ടൻസ് ചെയ്യാൻ പാടില്ല, ഞാൻ ബാഴ്സലോണയെക്കുറിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണോ? അതെന്ത് തിയറിയാണത്? അതൊരു പ്രത്യേകതരം അസുഖമാണ്. ചില കാര്യങ്ങളോടുള്ള അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ അതിന് പറയാൻ ഉത്തരമില്ലാത്തതിൻ്റെ പ്രശ്നവുമായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നല്ല രീതിയിൽ ഒരു കാര്യത്തെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിൽ ഉത്തരം പറയാൻ അറിയുന്നവർ അങ്ങനെ ഉത്തരം പറയും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഒരുപാട് കഥയിലേക്ക് പോകുന്നില്ല, വിഷയത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് യാൻ ഡയമൻഡെ റിലേറ്റ് ചെയ്തിട്ടാണ്. മറ്റ് സൈനിങ്ങുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ വിങ് ബാക്സ് ആയിട്ട് രണ്ടുപേരെ, കുക്കുറലെ ആയിക്കോട്ടെ, ഡംഫ്രൈസ് ആയിക്കോട്ടെ, ഈ പറയുന്നവരെല്ലാം കിടിലൻ സൈനിങ് തന്നെയാണ്. ആൻഡ് അതോടൊപ്പം തന്നെ മറ്റ് സൈനിങ്ങുകളെല്ലാം ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെർണാഡോ സിൽവയുടെ സൈനിങ് ആണെന്നുണ്ടെങ്കിലും ഒരു അടിപൊളി സൈനിങ് ആണ്. പലയിടങ്ങളിലും ബാഴ്സ നോട്ടമിട്ട പ്ലെയേഴ്സിനെ എല്ലാം റയൽ മാഡ്രിഡ് അവരുടെ തട്ടകത്തിലേക്ക് എത്തിച്ചു എന്നുള്ള സാധനമൊക്കെ പോകുന്ന സമയം കൂടിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഈ എലക്ഷൻ കഴിഞ്ഞതോടെ അല്ലെങ്കിൽ പെരസ് ഇസ് ഫോഴ്സ് ടു സ്പെൻഡ് മണി, അതാണ് അതിൻ്റെ സത്യം. ഇതുവരേക്കും പെരസ് പൈസയൊന്നും കൊടുത്തില്ലെങ്കിലും നല്ല താരങ്ങൾ ഇവിടെ വരും, അല്ലെങ്കിൽ അതൊക്കെ വെച്ച് ഓടിച്ചു പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ കാര്യമില്ല, പൈസ ഇറക്കിയാൽ തന്നെ നല്ല 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 പ്ലെയേഴ്സ് വരുള്ളൂ എന്നുള്ള കാര്യം ഇപ്പോൾ പെരസണ്ണനായാലും റയൽ മാഡ്രിഡിനാണെന്നുണ്ടെങ്കിലും മനസ്സിലായി എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോഴാണ് ഈ പറയുന്നത് പോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ പെരസിനെ ഞാനടക്കം എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, പെരസ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ കാണിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കളിയാക്കാനോ അല്ലെങ്കിൽ പുച്ഛിക്കാനോ ഒന്നും പറ്റുന്ന കാര്യമല്ല. പക്ഷേ പുള്ളിക്കാരൻ എലക്ഷൻ സമയത്ത് പറഞ്ഞിരുന്നതും ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ ഭയങ്കര വ്യത്യാസമുണ്ടെന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് പക്ഷേ ഇവരാരും സമ്മതിച്ചിരില്ല എന്നുള്ളതാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാൻ ഡയമൻഡെ ആണോ പെരസ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ പറയുന്ന പോലെ തന്നെ ഗലാക്റ്റിക്കോ സൈനിങ് അല്ല. അപ്പോൾ അത് മൈക്കിൾ ഒലീസെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയൽ മാഡ്രിഡിൻ്റെയും പെരസിൻ്റെയും ഈ പറയുന്നത് പോലെ അവരുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പല മീഡിയാസും പറഞ്ഞത് മൈക്കിൾ ഒലീസെ തന്നെ ആയിരിക്കാം അതിനൊരു സാധ്യത എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും അത് തന്നെ വിചാരിച്ചു. ഹൂലിയൻ ആൽവാരസിനെ എന്തിനാണ് റയൽ മാഡ്രിഡ് അപ്രോച്ച് ചെയ്തതെന്നുള്ളതെല്ലാം നമുക്കറിയാം. ബാഴ്സയ്ക്ക് ഒരു പണി അത്രയെന്നുള്ളൂ, അല്ലാതെ ഹൂലിയനെ ക്യാമ്പിലേക്ക് കൊണ്ടുവരാനുള്ള താല്പര്യം കൊണ്ട് ചെയ്തതാണ് എന്നൊന്നും എനിക്കും തോന്നുന്നില്ല. പക്ഷേ മൈക്കിൾ ഒലീസെ കാര്യം ക്യാൻസലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഗലാക്റ്റിക്കോ സൈനിങ് നടത്തിയേ പറ്റുള്ളൂ. എന്നാൽ അവിടെയാണ് ഇനി ഗലാക്റ്റിക്കോ സൈനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും എന്താണ് ഈ ഗലാക്റ്റിക്കോ സൈനിങ് എന്ന് മനഃപൂർവ്വം റയൽ മാഡ്രിഡിൻ്റെ പല താരങ്ങളും മറക്കുന്നത് പോലെ പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിക്കോട്ടെ, കക്ക ആയിക്കോട്ടെ, ഡേവിഡ് ബക്കാം ആയിക്കോട്ടെ, ഇനി ആരെ തന്നെ ഈഡൻ ഹസാർഡ് ആയിക്കോട്ടെ, അവസാനം നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്ന എംബാപ്പയുടെ കാര്യത്തിൽ വരേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ട്രാൻസ്ഫർ ഫീ കൊണ്ട് മാത്രമല്ല അത് ഗലാക്റ്റിക്കോ സൈനിങ് ആവുന്നത്. എങ്ങനെയാണ് അതൊരു ഗലാക്റ്റിക്കോ സൈനിങ് ആവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലൈറ്റ് പെർഫോമൻസ്, അതായത് ഫുട്ബോൾ ലോകം മുഴുവൻ ഈ പ്ലെയറിനെ പറ്റി സംസാര വിഷയമാവുകയും അവർ റയൽ മാഡ്രിഡിലേക്ക് കൊണ്ടുവരാനിരിക്കുകയും അല്ലെങ്കിൽ റയലിലേക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ ബാഴ്സയിൽ നിന്നുള്ള കഥകൾ നമുക്കറിയാം, കൊണ്ടുവരാനേ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ പെരസിൻ്റെ ഒരു എൻട്രി ഉണ്ടാവും, ആൻഡ് ദിസ് ഇസ് ഗോയിങ് ടു ബി ദ ഗലാക്റ്റിക്കോ സൈനിങ് എന്ന് പറഞ്ഞ് മച്ചാൻ പുഷ്പം പോലെ അവരെ കൊണ്ടുവരുന്ന ഒരു കഥയാണ്. അപ്പോൾ അതായത്
പൈസ വെച്ച് മാത്രമല്ല ഒരു ഗലാക്റ്റിക്കോ സൈനിങ്ങിനെ നമ്മൾ ഡിസൈഡ് ചെയ്യുക, അവരുടെ പെർഫോമൻസും അവർ പ്രൂവ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുമാണ്. അതിപ്പോൾ നമ്മൾ ഏത് താരങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണെന്നുള്ളതാണ്. പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് പെരസിൻ്റെ എലക്ഷൻ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ലീഗ് പ്ലെയറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള കുറേ സാധനമാണ്. ഞാൻ അതിലേക്ക് വീണ്ടും പോകുന്നില്ല. പക്ഷേ യാൻ ഡൈമൻ്റെ ഒരു ഗലാക്റ്റിക്കോ സൈനിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാനത് എൻ്റെ റീലിലും ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞപ്പോഴും പറഞ്ഞതാണ്, ഗലാക്റ്റിക്കോ സൈനിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഗലാക്റ്റിക്കോ സൈനിങ് തന്നെ ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്, ഒരു 19 വയസ്സുകാരന് 100+ ആഡ് ഓൺസ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 130 മില്യൺ അടുത്ത് കൊടുത്തിട്ടാണ് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഈ പറയുന്നത് പോലെ തന്നെ അതൊരു ഗലാക്റ്റിക്കോ സൈനിങ് ഇനിയിപ്പോൾ പുള്ളിയുടെ പെർഫോമൻസ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. റിയൽ മാഡ്രിഡിൻ്റെ ചരിത്രത്തിൽ 130 മില്യൻ്റെ അടുത്തുള്ള സൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120, 127 ആ ഒരു റേഞ്ച് വരെയൊക്കെ നമ്മൾ പോയിട്ടുള്ള കണ്ടാണ്. എംബാപ്പെ ഇപ്പോൾ ഒരു ഫ്രീ ട്രാൻസ്ഫറിലായതുകൊണ്ട് തന്നെ ആ ഒരു ഇതിലേക്ക് കൂട്ടാൻ പറ്റില്ലെങ്കിൽ പോലും പുള്ളിയെയും ഗലാക്റ്റിക്കോ സൈനിങ് ആയിട്ട് കാണിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ തന്നെ ഒരു എലൈറ്റ് ലെവൽ ഓഫ് പെർഫോമൻസ് എപ്പോഴും എംബാപ്പെ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അവിടെയാണ് നമ്മുടെ ചോദ്യം വരുന്നത്, യാൻ ഡൈമൻ്റെ എന്ന് പറയുന്നത് ഒരു പൂർണ്ണ അർത്ഥത്തിൽ ഗലാക്റ്റിക്കോ സൈനിങ് ആവുമോ? ഇനി പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ് യാൻ ഡൈമൻ്റെ ആ പൂർണ്ണ അർത്ഥത്തിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വലിയ കാര്യം എന്നുള്ളതാണ് കേട്ടോ. എന്ന് വെച്ചാൽ യാൻ ഡൈമൻ്റെ എന്ന് പറയുന്ന സൈനിങ്ങിനെ മോശമാക്കി പറഞ്ഞു എന്നുള്ളത് എടുത്ത് പറയരുത്. അങ്ങനെയല്ല, ഈ 19 വയസ്സുകാരൻ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കുട്ടിക്കാലം മുതലുള്ള ഇപ്പോഴത്തെ കഥകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ പോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവൻ്റെ ചേച്ചിക്ക് എഴുതിയ ഒരു കത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു ഫേക്ക് ജേഴ്സി കിട്ടിയപ്പോൾ അതിൻ്റെ ബാക്കിൽ റൊണാൾഡോ എന്നെഴുതി അതിലൊരു നമ്പർ 7 എഴുതി വെച്ചവൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ക്ലബ്ബ്, ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്ലബ്ബ്, ഏറ്റവും റിച്ചസ്റ്റ് ക്ലബ്ബ് ആൻഡ് ദ ബെസ്റ്റ് ക്ലബ്ബ്, ആ ക്ലബിലേക്ക് ഇതേ ക്രിസ്ത്യാനോ റൊണാൾഡോ അണിഞ്ഞിരുന്ന വെള്ളയും ഗോൾഡൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന റിയൽ മാഡ്രിഡിൻ്റെ ജേഴ്സി അവനും അണിയാൻ പോവുകയാണെന്നുള്ളതാണ്. അതിനേക്കാളും വലിയ മാസൊന്നും ഈ 19 വയസ്സുകാരൻ ഈ വയസ്സിൽ കാണിക്കാനായിട്ടേ ഇല്ല. റിയൽ മാഡ്രിഡിൻ്റെ ഒരു ക്ലബ്ബ് വെറുതെ ഒരാളെ പോയി 130 മില്യണിലേക്കൊന്നും വാങ്ങിക്കും എന്ന് നമുക്ക് തോന്നുന്നില്ല. അതിനൊക്കെ അത്രയും വിശ്വാസം ഈ പറയുന്ന പോലെ തന്നെ പെരസിനായാലും റിയൽ മാഡ്രിഡിലായാലും ഈ യാൻ ഡൈമൻ്റെ എന്ന് പറയുന്ന താരത്തോടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലുള്ള സൈനിങ് വരുന്നതെന്നാണ് ഞാനും വിചാരിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് റോഡ്രി. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇതുവരേക്കും റോഡ്രിയുടെ കാര്യത്തിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എലക്ഷൻ സമയത്ത് പലപ്പോഴും റിക്കൽമി പറഞ്ഞിരുന്നതിനകത്ത് ഉണ്ടായിരുന്ന ഒരാളാണ് റോഡ്രി. ആൻഡ് പല റിപ്പോർട്ടുകളും പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോറന്റീനോ പെരസിനെ സംബന്ധിച്ചിടത്തോളം റോഡ്രി എന്ന് പറയുന്ന അത്ര നല്ലൊരു ഓപ്ഷനായിട്ട് പുള്ളി കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ റോഡ്രിയെ പെരസ് സൈൻ ചെയ്യില്ല എന്നുള്ളതാണ് എലക്ഷൻ സമയത്തെല്ലാം വന്നിരുന്നൊരു റിപ്പോർട്ടെങ്കിലും നിലവിൽ ഈ പറയുന്ന പോലെ തന്നെ യാൻ ഡൈമൻ്റെ സൈൻ ചെയ്ത സ്ഥിതിക്ക് ഇനിയൊരു ഗലാക്റ്റിക്കോ സൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി പോസിബിൾ ആവുന്ന കാര്യമല്ല. പിന്നെ രണ്ടാമത്തെ സീൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒലീസെ, അത് ഇപ്പോൾ ഈ സീസണിൽ അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ നടക്കാനുള്ള സാധ്യത ഒരു 20-25% പോലും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ തന്നെ ഒരു വേൾഡ് കപ്പ് വിന്നറിനെയും കൂടെ ടീമിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ, അതായത് കുക്കുറലെ എന്തായാലും അത് ഓൾമോസ്റ്റ് ഡൺ ആണ്. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ എന്താണ്, റോഡ്രിയും കൂടി ഇങ്ങോട്ട് എത്തിയാൽ കാര്യങ്ങൾ ഉഷാറാവും എന്നുള്ളതാണ്. പക്ഷെ അവിടെയും പല റിയൽ മാഡ്രിഡ് താരങ്ങൾക്കും 2-3 കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. ഈ പറയുന്ന പോലെ തന്നെ വിനിക്കൊരു ബാലൻഡിയോർ എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും പറഞ്ഞിരുന്നൊരു സാധനമുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ഈ പറയുന്ന പോലെ ഡിസേർവിങ് അല്ല റോഡ്രിക്ക് എന്ന് പറഞ്ഞൊരു ക്ലബിലേക്കാണ് റോഡ്രി വരാനായിട്ട് പോകുന്നത്. അതൊരു എന്താ പറയുക, ഐക്കോണിക് എന്ന് പറയണോ ഇമോഷണൽ എന്ന് പറയണോ അതോ അതിനെന്ത് ടേം ഇട്ട് വിളിക്കണം എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും അതൊരു വല്ലാത്തൊരു മൊമെൻ്റാണ്. കാരണം ഏറ്റവും അധികം റോഡ്രിക്ക് അത് കിട്ടിയതിൽ വിമർശിച്ചിട്ടുള്ള ആ ബാലൻഡിയോർ സെറിമണി തന്നെ റദ്ദ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിലേക്ക് പോവാതിരുന്ന് ബാൻ ചെയ്തിട്ടുള്ള റിയൽ മാഡ്രിഡിലേക്ക് തന്നെ, അല്ലെങ്കിൽ ആ റിയൽ മാഡ്രിഡ് തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ഇപ്പോൾ നിലവിൽ റോഡ്രിക്ക് വേണ്ടി കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അതിലൊരു സംഭവമുണ്ട്. പക്ഷെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും റോഡ്രി നിലവിൽ വേറൊരു കൺസേൺ, 2-3 കൺസേണിൽ രണ്ടാമത്തെ കൺസേൺ എന്ന് പറയുന്നത് റോഡ്രിയുടെ സർജറിയാണ്. ഈ പറയുന്ന പോലെ തന്നെ ഇഞ്ചുറി കഴിഞ്ഞിട്ട് വേൾഡ് കപ്പ് കഴിയുമ്പോഴാണ് സർജറി പറയുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇനി എങ്ങാനും
ഈ പറയുന്നത് പോലെ തന്നെ ഒരു ലോങ് ടേമിലേക്ക് ഈ ഇഞ്ചുറീസ് ഒക്കെ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലിപ്പോൾ 50 മില്യൺ ഒക്കെയാണ് റോഡ്രിയെ ചോദിക്കുന്നത്. അത് മേ ബി അറൗണ്ട് ഒരു 60 to 65 അല്ലെങ്കിൽ ഒരു 70 മില്യൺ ഉള്ളിൽ ഡീല് നടക്കാനുള്ള സാധ്യതകളൊക്കെയാണ് കാണുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അത്രയും മില്യൺ കൊടുത്ത് ഒരു ഇഞ്ചുറിയിലേക്ക് മാറാൻ സാധ്യതയുള്ള ഒരു താരത്തെ വാങ്ങണോ എന്നുള്ളതും ചില ഫാൻസ് റൈസ് ചെയ്യുന്ന ഒരു കൺസേൺ ആണ്. പിന്നെ വിനി ഇരിക്കുമ്പോൾ തന്നെ അതേ ഈ പറയുന്ന പോലെ തന്നെ റോഡ്രിക്കെതിരെ കുറ്റം പറഞ്ഞ് നമ്മൾ പറയില്ലേ ജയ് വിളിച്ചവരെല്ലാവരും ഇനി റോഡ്രിക്ക് വേണ്ടി വെള്ളക്കുപ്പായത്തിൽ ജയ് വിളിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് മാറും എന്നുള്ളതും ഒരു സംഭവമാണ്. സോ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിലവിൽ പൈസ എറിഞ്ഞ് പെരസ് ഒരുപാട് നല്ല സൈനിങ്ങുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങളും കൂടെ അപ്പുറത്തുണ്ട് എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് ഹെയ്റ്റ് എന്നുള്ളത് താഴെയായിരിക്കും പറയാൻ പോകുന്നത്. പക്ഷെ എന്നാലും ഒരു ഓപ്പൺ ആയിട്ട് ചിന്തിക്കുന്ന ന്യൂട്രൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ പെരസിൻ്റെ സൈഡിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് എന്നുള്ളതും ഒരു സംഭവം തന്നെയാണ്. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ആൻഡ് ബാഴ്സലോണയുടെ കാര്യമാണ് ഇനി അടുത്ത നമ്മുടെ ലോങ് ഫോർമാറ്റ് വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളായി വന്ന ബാഴ്സയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ട്രാൻസ്ഫർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. പക്ഷേ ടെക്നിക്കലി പറ്റില്ലെങ്കിൽ പോലും അങ്ങനെ നമുക്ക് കളിയാക്കി പറയാം എന്നുള്ളതാണ്. സോ അത് അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കൂടെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടെന്ന് ഓർമ്മിച്ചുകൊണ്ട് ചിൽ കുപ്പിച്ചിൽ.